എറണാകുളത്ത് സൊമാറ്റോ ഡെലിവറി ജീവനക്കാരന് യുവാക്കളുടെ മർദ്ദനം. ഫുഡ് ഡെലിവറിക്കായി എത്തിയപ്പോൾ മദ്യലഹരിയിലായിരുന്ന യുവാക്കളാണ് മർദ്ദിച്ചതെന്ന് മലപ്പുറം സ്വദേശി മുഹമ്മദ് ആഷിഖ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. മരട് പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. മലപ്പുറത്തുകാരൻ എന്തിനാണ് കൊച്ചിയിൽ വന്ന് ജോലി ചെയ്യുന്നത് എന്ന് SHO ചോദിച്ചുവെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഇങ്ങനെ അഡ്രസ്സ് മാറുകയും അതിൻ്റെ പേരിലുള്ള വാക്കുതർക്കമൊക്കെ ഉണ്ടായി. അവർ ഒരു 3 പേരുണ്ടായിരുന്നു. മദ്യപിച്ചിട്ട് ഇതേപോലെ തടഞ്ഞു നിർത്തി കൈ പിടിച്ച് തിരിക്കും, ഫോണൊക്കെ പിടിച്ച് വാങ്ങി, ചാവിയൊക്കെ എടുത്തു. അങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഞാൻ അത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുത്തു. മരട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വൈകുന്നേരം കൊണ്ട് കൊടുത്തിട്ട് അവിടെ ആളില്ല കേസെടുക്കാൻ എന്നൊക്കെ പറഞ്ഞു. ഇവർ പരാതി ഇടാനോ അതൊന്നും നിൽക്കണില്ലെന്ന്, നമ്മൾ ഒഴിവാക്കണ പോലെയെന്ന്. ഞാൻ പറഞ്ഞു, പുള്ളി ഇങ്ങനെ പറയാം, നിങ്ങളെ പ്രശ്നം കൊണ്ടല്ലേ അടി കിട്ടിയത്, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ നീതി വേണമെന്ന് പറയുമ്പോൾ നീതി ഇവിടെ എടുത്ത് വെച്ചേക്കൊന്നുമില്ല, എടുത്ത് തരാൻ. മലപ്പുറത്ത് നിന്നുള്ളവരാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ മലപ്പുറം കോട്ടയം വന്നുള്ള നിങ്ങളൊക്കെ എന്തിനാണ് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യണമെന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. റാംഷാ CPയോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. റാംഷാ, അപ്പോൾ 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, അന്നത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ഫുഡ് ഡെലിവറി ജീവനക്കാരാണ്. അപ്പോൾ അവരെ ഓരോ കാരണം കണ്ടെത്തി വെറുതെ മദ്യത്തിൻ്റെ ലഹരിയിൽ ക്രൂരമായി മർദ്ദിക്കുന്ന സാമൂഹ്യദ്രോഹികൾ ഒരു വശത്ത്. എന്നാൽ അതിൽ നീതി തേടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവിടെ വർഗീയതയും പ്രാദേശികവാദവും പറഞ്ഞുകൊണ്ട് നീതി നിഷേധിക്കുന്ന പോലീസ് സംവിധാനം മറ്റൊരു വശത്ത്. ഇനിയിപ്പോൾ നമ്മൾ സാധാരണക്കാർ, ഈ ഫുഡ് ഡെലിവറി ജീവനക്കാർ ഒരു പ്രശ്നമുണ്ടായാൽ ആരെ ആശ്രയിക്കണം റാംഷാ? കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് ആഷിഖ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊച്ചിയിൽ സൊമാറ്റോ ഡെലിവറി ബോയിയായി ജോലി ചെയ്ത് വരികയായിരുന്നു. അങ്ങനെയാണ് തിങ്കളാഴ്ച ഒരു ഡെലിവറി നൽകുന്നതിന് വേണ്ടി മരടിലെ ഒരു ഫ്ലാറ്റിലെത്തുന്നത്. പക്ഷേ അവിടെ എത്തി ഇവരെ ഫോണിൽ വിളിച്ചപ്പോൾ ഫോണിൽ ലഭ്യമായില്ല. പിന്നീട് 1 മണിക്കൂറിന് ശേഷമാണ് ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞത്. പിന്നീട് മറ്റൊരു അഡ്രസ്സിലേക്ക് എത്തിച്ചേരാൻ അറിയിക്കുന്നു. അവിടെ എത്തിയപ്പോൾ മദ്യലഹരിയിലായിരുന്ന യുവാക്കൾ തന്നെ മർദ്ദിച്ചു എന്നതാണ് ഈ ചെറുപ്പക്കാരൻ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അന്ന് പോലീസ് ഇവർക്കൊപ്പം ചേർന്ന യുവാക്കളുടെ അടുത്തെത്തി ചില വിവരങ്ങൾ അന്വേഷിച്ചെങ്കിലും നാളെ സ്റ്റേഷനിലേക്ക് നേരിട്ടെത്താൻ അറിയിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് പിറ്റേ ദിവസം സ്റ്റേഷനിലെത്തിയപ്പോൾ വളരെ മോശപ്പെട്ടൊരു പ്രതികരണമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും തനിക്കുണ്ടായത്. SHO ഉൾപ്പെടെ മലപ്പുറത്തുള്ള താൻ എന്തിനാണ് കൊച്ചിയിൽ വന്ന് ജോലി ചെയ്യുന്നത് എന്നതൊരു തെറിവാക്ക് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് തന്നോട് ചോദിച്ചു. അത് തന്നെ വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കി എന്നതാണ് ആഷിഖ് പറയുന്നത്. എന്ന് മാത്രമല്ല, തന്നെ മാനസികമായി തളർത്തിക്കൊണ്ട് തന്നോട് പിന്നീട് ഈ പരാതിയില്ല എന്ന് ഒത്തുതീർപ്പാക്കിയെന്ന് ഒപ്പിട്ട് നൽകാൻ ആവശ്യപ്പെടുകയും അത്തരത്തിൽ ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു എന്നതാണ് മുഹമ്മദ് ആഷിഖ് പറയുന്നത്. ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും DGPക്കും ആഭ്യന്തരമന്ത്രിക്കും ആഷിഖ് പരാതി നൽകിയിട്ടുണ്ട്. ആഷിഖ് പറയുന്നത്, പോലീസ് ഉണ്ട് എന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അത്തരത്തിൽ പുറത്തിറങ്ങി ജോലി ചെയ്യുന്നതും ആ പ്രതീക്ഷയിലാണ്. അങ്ങനെയുള്ള ഒരു പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് തനിക്ക് വലിയ വിഷമമുണ്ടാക്കിയെന്ന് മാത്രമല്ല, കൊച്ചിയിൽ തുടരാൻ തനിക്ക് ഭയമുണ്ട്, താൻ നാട്ടിലേക്ക് മടങ്ങുകയാണ് എന്നത് കൂടിയാണ് ആഷിഖ് വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് റാംഷാ. അപ്പോൾ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന, മർദ്ദിക്കുന്ന, ആക്രമിക്കുന്ന സാമൂഹ്യദ്രോഹികൾക്കും നീതി ഉറപ്പാക്കാൻ സാധിക്കാത്ത പോലീസ് സംവിധാനങ്ങൾക്കും ഒരുപോലെ ശിക്ഷ ലഭിക്കണം. അവർക്ക് 2 കൂട്ടരെയും ഒരേ രീതിയിൽ തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്.